ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഭൂമിയുടെ പിന്നാലെ തന്നെ ഉണ്ട് ആ ഗുണ്ട. ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടലിൽ വന്ന റൂം എടുക്കുകയാണ്. ഭൂമിക്കൊരു എക്സാം ഉണ്ട്, അപ്പോൾ അതിന് വന്നതാണെന്നും പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ കൂട്ടത്തിലൊരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് ഭൂമി എല്ലായിടത്തും കൊണ്ടുപോയി സഹായമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വളരെ ഉപകാരമൊക്കെ പറയുമ്പോൾ ഒന്നും പേടിക്കേണ്ട മോളെ, ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. ചേട്ടാ നാളെ ഒരു 9 മണിക്ക് രാവിലെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഓട്ടോക്കൂലി അപ്പോൾ ഇരിക്കട്ടെ, നാളെ വരുമ്പോൾ ഒരുമിച്ച് തന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിക്ക് ചെറുക്കം കൊണ്ടുവന്ന് മുറിയൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഭൂമിക്ക് മുറിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഭൂമി റൂമിലിരിക്കുക. അപ്പോഴേക്ക് ഇയാൾ ആ ഒരു സ്ഥലം സ്കെച്ച് ഇട്ടല്ലോ, എന്നിട്ട് വന്ന് പതുക്കെ ആ ഒരു റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തപ്പിയെടുത്തു. അങ്ങനെ തപ്പിയെടുത്തിട്ട് ഇയാളിങ്ങനെ ഒന്നും അല്ലാത്ത പോലെ നിൽക്കുക. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആൾ വന്നു, റിസപ്ഷനിസ്റ്റ് വന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും റൂം വേണമെന്ന് പറഞ്ഞു. റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഭൂമിയുടെ റൂമിൻ്റെ തൊട്ടടുത്ത റൂം തന്നെ ഇയാൾ പോയി എടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഭൂമിയും അതുപോലെ ഭവാനിയുടെ ഗുണ്ടയും തൊട്ടരികിലായി. ഈ സമയം പിന്നെ കാണിക്കുന്ന സത്യനെ കേട്ടോ. സത്യൻ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ആരോടോ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ അനുപമ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അനുപമ വന്ന് കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കാതെ പറയണം ആരാണെന്ന്. അപ്പോൾ സത്യന് വന്ന് പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. സത്യൻ ഫോണും ഒന്ന് കട്ട് ചെയ്തു. അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാം. വല്യമ്മൻ്റെ പൊന്നാരക്കുട്ടി അനുപമ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്പടാ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അതെങ്ങനെയാ? അതൊക്കെ അറിയാൻ എനിക്കൊരു രഹസ്യം നീ കഴിവുണ്ടെന്നൊക്കെ അന്നേരം സത്യരിങ്ങനെ പറഞ്ഞു. പിന്നെ മണത്തറിയും, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സാക്ട്ലി നിന്നെ തോളിലേറ്റി നടന്നതല്ലേ ഞാൻ. നിന്റെ ഗന്ധം പിടിക്കാനേ എനിക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട കേട്ടല്ലോ. പിന്നെ അതൊക്കെ പോട്ടെ, നീ പഠിച്ച് എന്താകുമെന്നാണ് പറഞ്ഞിരുന്നേ? അത് IAS. എന്നിട്ടോ? അത് പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചെന്നേ. ആരോട് ചോദിച്ചാലും സെയിം ആൻസറും എന്താവണം? IAS. ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. കൊള്ളാം, ഡിഗ്രി തോറ്റവർക്ക് IAS എഴുതാനുള്ള നിയമം ഇല്ലാത്തത് കൊണ്ടല്ല. വല്യമ്മ അവനിങ്ങനെ കളിയാക്കല്, തോറ്റു എന്നും പറഞ്ഞ് എന്നെ ആക്ഷേപിക്കല്ലേ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നെ അനുപമയുടെ ഭർത്താവിൻ്റെ കാര്യം ചോദിച്ചു. അവൻ എന്ത് പറയുന്നു? അവൻ എന്നാ പറയുന്നതെന്ന് അവനല്ലേ അറിയുള്ളൂ, എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതെ, എന്താ ഫോണിൽ കേസിൻ്റെ കാര്യം വല്ലതാണോ എന്ന് ചോദിച്ചപ്പം ഒരു സങ്കടം. സുമിത്രയുടെയും അഭിരാമിയുടെയും അന്വേഷണം തന്നെയാണെന്ന് പറഞ്ഞു. അഭിരാമിയെ ഞാൻ എപ്പോഴും ഓർക്കും. മുത്തശ്ശി പറഞ്ഞിരുന്നല്ലോ, അജയ് വലുതായി കഴിഞ്ഞാൽ അഞ്ജനയോ അഭിരാമിയോ കെട്ടണമെന്നുള്ളത്. ഞാൻ അവരോട് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ പറയുമായിരുന്നു എന്നും. അഞ്ജന ചോദിക്കും ആരെയാ കെട്ടുന്നതെന്ന്. അജയ് പറയും വലുതായി കഴിയുമ്പോൾ തീരുമാനിക്കാമെന്ന്. പിന്നെ എന്നോട് അജയ് പറയും അഭിരാമി മതിയെന്ന്. അഭിരാമിയെ അജയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുന്നതിന് മുൻപ് എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് ഇങ്ങനെ പറയാട്ടോ. വലമാവ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. വരുന്ന വഴിക്ക് ഞാനൊരു ഷോപ്പിൽ കയറി. അവിടെ വെച്ചേ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നു. അതെ, എൻ്റെ കഴുത്തിലെ ഇതേ മാലയിട്ടൊരു പെൺകുട്ടിയാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും കണ്ടിട്ട് മുഖം ഞാൻ കണ്ടില്ല. ഞാൻ അവളെ അവിടെയൊക്കെ തിരഞ്ഞു, പക്ഷേ എന്നിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണോ നീ പറയുന്നത്? അതെ സത്യം ഞാൻ പറയണേ. അപ്പോഴേക്കും ഒരു പ്രതീക്ഷ. അപ്പോൾ അവൾ എൻ്റെ മുന്നിലൂടെ ഒരു പക്ഷെ നടക്കുന്നുണ്ടാവും, പോകുന്നുണ്ടാവും, ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും, നമ്മൾ തിരിച്ചറിയാത്തതാണെങ്കിലോ എന്നും പറഞ്ഞ് സത്യൻ ഇങ്ങനെ പറയുക കേട്ടോ. അത് കഴിഞ്ഞ് സങ്കടപ്പെട്ട് സത്യൻ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് ഫ്രഷ് ആയൊക്കെ വന്നു. അങ്ങനെ ആ കത്തും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും മറ്റേ ആൾ ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ റൂമിൻ്റെ അതിലെ വട്ടവിട്ട് നടക്കുക. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ ആ ഒരു ജോലിക്കാരൻ വന്നിട്ട്, ചേട്ടൻ എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? എന്തൊരു ഉടായ്പ കേസ് മണക്കുന്നുണ്ടല്ലോ. അയ്യോ, എൻ്റെ ഫോണിൻ്റെ ഇയർബഡ് താഴെ പോയതാ, അത് നോക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കിയെടുത്ത് തരാം, നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഓക്കെ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് അങ്ങ് പോയി. പക്ഷേ ഇയാളിൽ എന്തോ ഒരു സംശയം അയാൾക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ലക്ഷ്മി ചേച്ചി ഭൂമി ഇരുന്ന് ഫോൺ വിളിക്കുക. മോളെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സാറിൻ്റെ വീട്ടിലാണോ എന്നും ചോദിച്ചു. അല്ല, സാറിനെ കാണാൻ കഴിഞ്ഞില്ല ചേച്ചി, സാർ എവിടെയോ പോയിരിക്കുകയാണെന്നും നാളെ രാവിലെ എത്തുള്ളൂ എന്നും ഭൂമി പറയാട്ടോ. എന്നിട്ടോ പിന്നെന്താ, ഞാനിവിടെ ഹോട്ടലിലൊരു റൂം എടുക്കുക ചെയ്ത്, വലിയ മോശമില്ല മോളെ. അപ്പോൾ രാത്രി ഒറ്റയ്ക്ക് എങ്ങനെയാ? ഞാനിനി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവളല്ലേ ചേച്ചി എന്ന് ഭൂമി അന്നേരം ലക്ഷ്മി ചേച്ചിയോട് ചോദിക്കുക കേട്ടോ. അച്ഛൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേന്നും സങ്കടത്തോടെ. അമ്മ ജയിലിലുമായി, എനിക്ക് ആരാ ഉള്ളത്, ഇനി ഞാൻ ആരെ പേടിക്കാനാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തിരക്കുണ്ട് ചേച്ചി, മോശമില്ല. പിന്നെ മോളെ, ബാങ്കിൽ നിന്നൊരു കടലാസ് വന്നിട്ടുണ്ടല്ലോ, അത് ലോൺ അടയ്ക്കാനുള്ളതാ ചേച്ചി, ഞാൻ വന്നിട്ട് അടച്ചോളാവുന്ന ഭൂമി. അപ്പോൾ എപ്പോഴാണ് മോളെ മടക്കം?
എന്തായാലും വന്നില്ലേ ചേച്ചി, ഇതൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഭൂമി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അഞ്ജനയും അതുപോലെ അഭിരാമിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ അനുപമയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്താ, അപ്പോൾ ഡിഗ്രി ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ പണ്ടത്തെ കാര്യങ്ങളും കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അജയ്ക്ക് അഭിരാമിയായിരുന്നു ഇഷ്ടമെന്നുള്ള കാര്യം ഇങ്ങനെ പറയുക കേട്ടോ അനുപമ. അന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് അമ്മ പറഞ്ഞിട്ടുണ്ട്. അജയ്ക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന്. അത് അഞ്ജനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക് അങ്ങ് പറഞ്ഞത്. വലുതാകുമ്പോൾ അഭിരാമിയെ കെട്ടിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം. പിന്നെ അഭിരാമി അതിസുന്ദരിയായിരുന്നു എന്നും ഇപ്പോൾ ഉണ്ടെങ്കിൽ മിസ് വേൾഡ് ആയേനെ എന്നൊക്കെ പറയും. ഇതൊന്നും അഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നും പറഞ്ഞിങ്ങനെ കലി കയറി ഇങ്ങനെ ഇരിക്കുവാണ്. അനുപമയാണെന്നുണ്ടെങ്കിൽ അഭിരാമി 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 എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അഞ്ജനയാണെങ്കിൽ വിഷയം മാറ്റിയൊക്കെ വിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനുപമ വിടാൻ പ്ലാനില്ല, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അഞ്ജനയെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നായിരിക്കും? ആരുണ്ടായിരുന്നെങ്കിൽ? അല്ല വല്യമ്മാവൻ്റെ ഭാര്യയെ ഒരു 40-45 വയസ്സ് കാണുമായിരിക്കും. എന്നാലും അവർ ചെയ്തത് എന്തൊരു മോശം കാര്യമല്ലേ? എന്താ അവർ ചെയ്ത മോശം കാര്യമെന്ന് അനുപമ ചോദിച്ചു. അല്ല ആരോടും പറയാതെ കുഞ്ഞിനെയും കൊണ്ട് അവരിവിടുന്ന് പോയതേ. അങ്ങനെ നമ്മുടെ അഞ്ജന അനുപമയുടെ മനസ്സ് മാറ്റിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ അഞ്ജനയുടെ റൂട്ടിലേക്ക് വരികയാണ് അനുപമ. നീ പറഞ്ഞത് ശരിയാ, അന്ന് അമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം അമ്മയ്ക്ക് അവളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അവിടെ. അപ്പോഴത്തേക്കും ഭവാനി അങ്ങോട്ടേക്ക് വന്നു. ഭവാനി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സമയം. അങ്ങനെ നമ്മുടെ ഭവാനി വന്നിട്ട് രണ്ടുപേരും കുശലം പറഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങളെ കണ്ടാലേ ഒരമ്മ പറ്റത്ത് പോലെ ഉണ്ട്. എന്നാലും ഡ്യൂട്ടി അനുപമയ്ക്കാ കേട്ടോ. താങ്ക് യു അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അഞ്ജനയെ അജയും ജോഡിയാണോ എന്നൊക്കെ ചോദിച്ചപ്പം അനുപമ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പം എന്തൊരു ചോദ്യം എൻ്റെ അമ്മായി, ഇത് സൂര്യൻ്റെ കാമുകി താമര, ചന്ദ്രൻ്റെ കാമുകി ആരാ? ആമ്പലം. ഇവർ സൂര്യനും താമരയാ. നമ്മുടെ അഞ്ജനയെ പോക്കി അങ്ങ് വിടുവാണ്. ഇങ്ങനെ എന്തായാലും രണ്ടുപേരും കൂടി സംസാരിച്ചു. അങ്ങനെ ആ കൂട്ടത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മാലയിൽ ലോക്കറ്റ് ഇട്ടൊരു പെൺകുട്ടിയെ കണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ അതേ ലോക്കറ്റ് ഇട്ട മാലയായിട്ട് ഒരു പെൺകുട്ടി നീങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ, മുഖമൊന്നും വ്യക്തമായില്ല. അപ്പോൾ അവൾ ഭൂമിയാണ്, അവളൊരു ഭീഷണിയായിട്ട് മുന്നിൽ നിൽക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ഈ ഭവാനി മനസ്സിൽ ചിന്തിക്കുക. എന്തു പറ്റി അമ്മായി എന്താ ചിന്തിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ഭവാനി അങ്ങ് പോയി. പക്ഷേ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു ആ സമയത്ത് അവർക്കവിടെ, അതായത് നമ്മുടെ അനുപമയ്ക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി അവിടെ പോകാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നു. ആ സമയത്ത് ഭൂമി ആ റിസപ്ഷനിലേക്ക് വിളിച്ചു. അതിനുശേഷം പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു, റൂം പൂട്ടി. ഭൂമി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഭൂമി പോകുന്നതെല്ലാം അയാൾ ആ റൂമിൽ നിന്ന് കാണുക. അപ്പം എങ്ങനെയെങ്കിലും ഭൂമിയുടെ ആ റൂമിലേക്ക് ചെന്ന് കയറണം. അങ്ങനെ കയറി ആ ഒരു കത്തും കാര്യങ്ങളും ഇതെല്ലാം തപ്പിയെടുക്കുവാണ്. അങ്ങനെ അയാൾക്ക് ആ ഒരു ലെറ്റർ കിട്ടി. അയാൾ ആ ലെറ്ററുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഭവാനിയെ വിളിക്കുക. ഭവാനിയെ വിളിച്ചിട്ട് ഈ ലെറ്റർ കിട്ടിയ കാര്യം അയാൾ പറയുവാണ്. കത്ത് കിട്ടിയോന്ന് ചോദിക്കപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കര സന്തോഷം, ഭവാനിക്ക് അതിലേറെ സന്തോഷം. എന്നിട്ടെന്താ, കത്തിലെ കാര്യങ്ങൾ മേഡം പറഞ്ഞതുപോലെയാണെന്നും കേസിൽ നിന്ന് അംബികയെ രക്ഷപ്പെടുത്താനുള്ളതെല്ലാം ഇതിലുണ്ടെന്നുള്ള കാര്യം ഇയാൾ ഭവാനിയോട് പറയുന്നു. അത് മേഡം തന്നെ നേരിട്ട് വായിക്കണമെന്നും പറഞ്ഞു. എത്രയും വേഗം ഇവിടെ എത്തണമെന്നും വന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാമെന്നും ഭവാനി പറഞ്ഞപ്പോൾ മേഡം ഭൂമിയെ ഇവിടെ ഇട്ട് കത്തിക്കട്ടെ എന്ന് ചോദിച്ചു. കത്തിക്കട്ടെ എന്നോ? അവൾ ഈ പരിസരത്ത് വെച്ച് തന്നെ കൊല്ലാം, അത് എളുപ്പമല്ലേ? അവളെ കൊന്നിട്ട് ഇപ്പം എന്തിനാന്ന് ചോദിച്ചു. തനിക്ക് കയ്യിൽ കിട്ടിയ കത്ത് ഒറിജിനലാണോ അല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. കത്ത് അവൾ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിലോ എന്നിങ്ങനെ ചോദിച്ചപ്പം എല്ലാം മനസ്സിലാക്കിയിട്ടൊക്കെ മതി, താൻ എത്രയും വേഗം ഇങ്ങോട്ടൊന്ന് എത്താൻ പറഞ്ഞു. ശരി മേഡം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടുന്ന് പോരുന്നു. ഈ സമയത്ത് നമ്മുടെ ഭൂമി റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാണുന്നത് എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ ഇതെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നത് നമ്മുടെ ഭൂമി കണ്ടു. ഭൂമിക്ക് മനസ്സിലായി ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന്. ഭൂമി എന്നിട്ട് തൻ്റെ ബാഗെല്ലാം തപ്പിക്കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു പ്രശ്നം. ഭൂമി വേഗം തന്നെ ഫോൺ എടുത്തു, ഒരാളെ വിളിച്ചു. ദാസനുണ്ടോ അവിടെ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ, എൻ്റെ അടുത്തുണ്ട്. അതെ, നിങ്ങളെ അന്വേഷിച്ച് ഏതെങ്കിലും അപരിചിതൻ വരാമെന്ന് പറയാം.
അയാൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കണമെന്നും പിന്നെ കൃത്യമായ മറുപടി ഒന്നും കൊടുക്കണ്ടെന്നും പറയാം. ആ ശരി, എന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ. ദേ കഥയിൽ ഇനി ഉഗ്രൻ ട്വിസ്റ്റ് ആണെന്ന് നമ്മുടെ ഭൂമി പറയണു. അപ്പോൾ ആ കത്ത് നമ്മുടെ ഭൂമിയുടെ കയ്യിൽ തന്നെയുണ്ട്. ഡ്യൂപ്ലിക്കേറ്റും കൊണ്ടാണ് മറ്റവൻ പോയിരിക്കുന്നത്. എന്തായാലും ഭൂമി പണി തുടങ്ങിക്കഴിഞ്ഞു. ഭൂമി അവർക്ക് വേണ്ടുന്ന ഡീറ്റെയിലും കാര്യങ്ങളും മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഭൂമിയെ പറ്റിക്കാനൊന്നും ഒരു ഭവാനിയും വളർന്നിട്ടില്ലെന്ന് ഭൂമി ഒരിക്കൽ കൂടി തെളിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.